മലങ്കര സഭയുടെ പള്ളികളിലെ സെമിത്തേരികളിൽ നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷകളിൽ യാക്കോബായ സഭയുടെ വൈദികരെ അനുവദിക്കാനാകില്ല എന്ന് ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയെ അറിയിക്കും. യാക്കോബായ വൈദികരെ ശവസംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ അത് സമാധാന അന്തരീക്ഷം തകർക്കുകയും സ്ഥായിയായ സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കി മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബ സുപ്രീം കോടതിയിൽ അധിക സത്യവാങ്മൂലം ഫയൽ ചെയ്തു. അധിക സത്യവാങ്മൂലത്തിൽ സെമിത്തേരി നിയമത്തിനെതിരായ പരാമർശവും ഉണ്ടാകും. മലങ്കര സഭയുടെ പള്ളികളിലെ സെമിത്തേരികളിൽ ശവസംസ്കാര നടപടികൾ നടത്തുന്നത് നിയമസഭ പാസാക്കിയ സെമിത്തേരി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കി ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. മലങ്കര സഭാ തർക്കത്തിൽ സുപ്രീം കോടതി KS വർഗീസ് കേസിൽ പുറപ്പെടുവിച്ച വിധി മറികടക്കാനാണ് സർക്കാർ സെമിത്തേരി നിയമം പാസാക്കിയത്. സെമിത്തേരികളിൽ ശവസംസ്കാര നടപടികൾ നടത്തുന്നത് സെമിത്തേരി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന ഓർത്തഡോക്സ് സഭയുടെ സത്യവാങ്മൂലത്തിലെ പരാമർശം സഭയുടെ നിലപാടിന് എതിരാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് അധിക സത്യവാങ്മൂലത്തിൽ സെമിത്തേരി നിയമത്തെ അനുകൂലിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചത്. നിയമസഭ പാസാക്കിയ സെമിത്തേരി നിയമത്തിനെതിരായ ഹർജി നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. KS വർഗീസ് കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി മറികടക്കാൻ സെമിത്തേരി നിയമത്തിന് ആകില്ല എന്നാണ് ഓർത്തഡോക്സ് സഭ അധികാര സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയെ അറിയിക്കുന്നത്. സെമിത്തേരികളിൽ യാക്കോബായ വൈദികരെ അംഗീകരിച്ചാൽ അത് സമാന്തര ഭരണത്തിന് വഴിവെക്കും. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽപ്പെട്ട മലങ്കര സഭയുടെ പള്ളികളുടെ സെമിത്തേരികൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് 1934 സഭാ ഭരണഘടന അംഗീകരിക്കണമെന്ന വ്യവസ്ഥ പാടില്ലെന്ന് സുപ്രീം കോടതി ഡിസംബർ 3 പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമായിരിക്കുന്നുണ്ട്. ഈ ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്ന ആവശ്യം അധിക സത്യവാങ്മൂലത്തിലുണ്ടാകും. മലങ്കര സഭയുടെ പള്ളി സെമിത്തേരികളിൽ ഉപയോഗിക്കുന്നതിന് 1934 സഭാ ഭരണഘടന അംഗീകരിക്കണമെന്ന വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭേദഗതിയാണ് ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്.